എന്താ കുട്ട നീ ആകെ വെട്ടുവാരിച്ചിരിക്കണത്? പാടാ എന്താ പ്രശ്നം പറയടാ. കുമാരേട്ടാ, എനിക്ക് ഒരു 500 അല്ല 200 രൂപയായിരുന്നു കുമാരേട്ടാ. നിനക്കിപ്പോ എന്തിന്റെ കാശിന്റെ ആവശ്യം? എനിക്ക് ആവശ്യമുണ്ട് കുമാരേട്ടാ. ഇവിടെ കാശോട് ഒന്നിരിപ്പില്ല. ഉണ്ടായ കാശ് കൊണ്ട് അച്ചക്കൻ കടലിൽ സാധനത്തിന് പോയത്. ഇന്നാണ് കച്ചവടം വളരെ കുറവ്. നീ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. ഇപ്പൊ സമയം 2:30 ആയിട്ടുള്ളൂ. ഒരു 3-3:30 ആകുമ്പോ കുറച്ച് കാശ് വരും. അതും ഒരു ഇവിടെ ഇരിക്കും. അല്ല നീ ഒരു കാര്യം ചെയ്യും, അകത്തൊരു ബിരിയാണി ചെമ്പും കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും പൈസ വരും. ആ പണിക്കാരി പെണ്ണാണെങ്കിൽ ഇന്ന് വരികയും ചെയ്തില്ല. വഴിക്കട്ടെ. അല്ലടാ, എത്ര പെട്ടെന്ന് കഴിഞ്ഞാ? കഴിഞ്ഞു കുമാരേട്ടാ. അവിടെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട കുമാരേട്ടാ. ഇന്നെന്താ വേണ്ടാത്തെ? അതല്ല കുമാരേട്ട, വീട്ടില് അച്ഛനും അമ്മ പട്ടിണി കിടക്കുമ്പോ എന്റെ തൊണ്ടേന്ന് ഇറങ്ങൂല്ല കുമാരേട്ട. പട്ടിണിയാ? എന്തുചെയ്യടാ? ഞാൻ അച്ഛനും അമ്മക്ക് ചോറ് മേടിക്കാൻ വേണ്ടിയാണ് കുമാരേട്ടനെ 200 രൂപയ്ക്ക് വേണ്ടി വന്നത്. രാവിലെ മുതൽ ഞാൻ കുറച്ച് ചോറിന് മേടിക്കണം ഓട്. നിനക്ക് നേരത്തെ പറയായിരുന്നില്ല? എന്നാ നിന്നെ കൂടി പണിയൊക്കെ ചെയ്യിക്കൂ. സാരില്ല കുമാരേട്ട, സാരില്ല. ഞാൻ ഈ ചോറ് കൊണ്ട് പോയിക്കോട്ടെ, എനിക്ക് അവനൊപ്പം കഴിക്കാല. മോനെ, നീ ഇത് കൊണ്ടുപോയിക്കോ. നീ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അരി സാധനം കൊണ്ടുവരാം. അതൊക്കെ പോലെ പോട്ടെ. ചോറ് മേടിക്കാൻ പോയവനെ കാണുന്നില്ലല്ലോ. എവിടെ തണ്ടി തിരിഞ്ഞിടക്കാണാവൂ. വിശന്നിട്ട് മനുഷ്യന്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. ഓ വരണുണ്ടല്ലോ പൊട്ടാൻ. എങ്ങോട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ്. ഇത് കുറച്ചല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവട്ടെ. വാ മോനെ. നീ ബിരിയാണി തിന്ന് വന്നിട്ടാണോ ഈ കുറച്ച് ചോറിലിൽ പിന്നെയും കൈയിട്ട് വരുന്നത്? നിനക്ക് എപ്പോ നോക്കിയാലും തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ള. ഇവിടെ ഇട അവിടെ എഴുന്നേക്ക. അവിടെ വേഗം വരുത്തിന് മോനെ.
എത്രയായി? 20 രൂപ. ഓ ശാന്തേച്ചി, ആ എന്താ കുട്ടിങ്ങനെ കിടക്കണത്? ഓ അവൻ എവിടുന്ന് ബിരിയാണി തിന്നു വന്ന് ദേ വയ്യാണ്ട് കിടക്കാണ്. ബിരിയാണിയാ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയണേ? ഇന്ന് രാവിലെ ഒരു പച്ചവെള്ളം കുടിച്ചിട്ടില്ല പാവം. നിങ്ങൾ ഈ കഴിക്കുന്ന ചോറിന് വേണ്ടി എത്ര ഇവിടെ ആട്ടും തുപ്പും കൊണ്ടെന്നറിയോവൻ? അവൻ എന്തെങ്കിലും ഒരു മകനായി കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ കടയിൽ ബിരിയാണി ചെമ്പ് കഴിയുന്നത് ഞാനൊരു കഴിക്കാൻ കൊടുത്ത ചോറ നിങ്ങൾ ഇപ്പൊ ഈ ഇരുന്ന് കഴിക്കണത്. അവൻ എന്നോട് പറഞ്ഞെന്തെന്നറിയോ? കുമാരട്ടാ, വീട്ടിലൊരു പട്ടി കിടക്കുമ്പോ ഈ ചോറിന്റെ ചങ്കീന്ന് ഇറങ്ങില്ല. ആ പാവത്തെ ഇപ്പൊ ഇറക്കി വിട്ടത്. ഓ ഈശ്വര, എന്ത് പാപ ഇവനീ ചെയ്തത്.